ഹലോ, അങ്ങനെ വെള്ളിയാഴ്ചയല്ലേ ഫ്രീ ആയിട്ടിരുന്നോണ്ട് ഞാൻ വിചാരിച്ചു മിസ്റ്റർ എക്സ് കാണാൻ വരാമെന്ന്. മഞ്ജു വാര്യർ, ആര്യ ഇവരാണ് മുഖ്യ കഥാപാത്രങ്ങളായിട്ട് അഭിനയിച്ചേക്കുന്നത്. പിന്നെ ശരത് കുമാർ സാറും ഉണ്ട്. മനു ആനന്ദ് എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന്റെ ഡയറക്ടർ. എന്നാ പണി വെച്ചിരിക്കുക സാർ നീங்க. ശരി, ദുരന്തരൊക്കെ കണ്ടതിന് ശേഷം ആൾക്കാരുടെയൊക്കെ കുറച്ച് പെർസെപ്ഷൻ മാറിയിട്ടുണ്ട്. പക്ഷെ ദുരന്തർ പോട്ടെ, ദുരന്തർ അഥവാ ഇറങ്ങിയില്ലായിരുന്നെങ്കിലും ഇങ്ങനെയൊക്കെയുള്ളൊരു സ്പൈ മൂവി, ഇങ്ങനെയൊക്കെയുള്ളൊരു ഇന്റലിജൻസ് മൂവിയൊക്കെ ആരെങ്കിലും എടുക്കുമോ? എൻ്റെ പൊന്നോ. മഞ്ജു വാര്യർ ഡയറക്ടറാണ് റോഡ്, അതുപോലെ തന്നെ ആര്യ ഒരു ഓഫീസറാണ്. ഇവർക്ക് എല്ലാവർക്കും കാമുകിമാര്, ലൈന്, ഇതൊക്കെയാണ്. ഹണി ട്രാപ്പ്. ഇപ്പൊ പടത്തിന്റെ ഇന്റർവെല്ലാണ്. ഞാൻ ഇന്റർവെല്ലിന് ഇപ്പൊ വെളിയിൽ വന്നിട്ട് ഇപ്പൊ കാണേണ്ട ആവശ്യമില്ല ബാക്കി, എന്നാലും പിന്നെ ടിക്കറ്റ് എടുത്തോണ്ട് പോയി ഒന്ന് കാണുന്നു. ഇപ്പൊ ഫുഡ് എന്തായാലും കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ബിക്കോസ് ഒരു കാശിനും കാണത്തിനും കൊള്ളത്തില്ല പടം. ഇറ്റ്സ് വേസ്റ്റ് ഓഫ് ടൈം മാൻ. ഇന്ത്യയിലൊരു ന്യൂക്ലിയർ വെപ്പൺ പാകിസ്ഥാനിൽ എത്താൻ പാടില്ല, അതിൻ്റെയാണ് മെയിൻ ആയിട്ട് സ്റ്റോറി തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നത് 2023 ഷൂട്ട് ചെയ്ത സിനിമയല്ലേ. 2021 ഷൂട്ട് ചെയ്തിട്ട് പ്രൊഡക്ഷൻ്റെ പ്രോബ്ലംസ് കാരണമാണ് ഇവരിത് ഇപ്പോഴാണ് റിലീസ് ചെയ്തത്. പക്ഷെ റിലീസ് ചെയ്യേണ്ടായിരുന്നു പെട്ടി തന്നെ വെച്ചാൽ മതിയായിരുന്നു. പിന്നെ അതൊരു വിട്ടുണ്ട്. ശരത് കുമാർ പണ്ട് ഏജന്റാണ്. അപ്പൊ ഏജന്റ് ആയിരുന്നപ്പോഴത്തേക്ക് പണ്ട് ശരത് കുമാറിന് 2 മക്കളാണ്. അതായത് ഒന്ന് ആര്യ, പിന്നെ വേറൊരു കൊച്ച്. ഇവരെ ചെറുപ്പത്തിൽ ഒരു 10 വയസ്സുള്ളപ്പോഴത്തേക്ക് ഇയാൾ ഒരു മിഷന് പോകും. അപ്പൊ കുട്ടികളെ കൊണ്ടുപോകും. അപ്പൊ കുട്ടികളെ കൊണ്ടുപോയപ്പോഴത്തേക്ക് ഇയാൾ വേറൊരു കുഞ്ഞിനെ ഇടിച്ചിടുവാണ്. കുഞ്ഞിനെ ഇടിച്ചിട്ടിട്ട് ആ കുഞ്ഞ് മരിച്ചു പോവാണ്, വേറൊരു കുഞ്ഞിനെ. അപ്പൊ അവിടെ നാട്ടുകാരെല്ലാം കൂടിയിട്ട് പറയുക, നിങ്ങൾ ഈ കുഞ്ഞിനെ കൊന്നുകൊണ്ട് നിങ്ങളുടെ 2 മക്കളെ ഞാൻ വെക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ആ 2 മക്കളെ അവിടെ വെച്ചിട്ട് ഈ ഏജന്റ് അങ്ങ് പോവുക. ആരാ? നമ്മുടെ ശരത് കുമാർ. ഇതേപോലുള്ള ഓരോരോ മണ്ടത്തരങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത്. ഇതേപോലുള്ള സിനിമകൾ യൂട്യൂബിലും കണ്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അയ്യോ, വെറുത്തുപോയി ഞാൻ. പിന്നെയും ക്യാരക്ടേഴ്സ് ഉണ്ട്, റൈസ വിൽസൺ, ഗൗതം, വെങ്കട്ട്. പക്ഷെ ഇവരെയൊക്കെ എന്തിന് കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു പിടിയില്ല. ആര്യ ഇതിനകത്ത് റോ ഏജന്റ് ആണല്ലോ. അപ്പൊ ആര്യക്ക് ഒരു ടീമുണ്ട്, എല്ലാം മണ്ടക്കുണാപ്പിലെ ടീമുകളാണ്. ഇവരൊക്കെ ഏത് കാലത്താ ജീവിക്കുന്നതെന്ന് അറിയത്തില്ല. ദുരന്തർ നിങ്ങൾ കമ്പയർ ചെയ്യണ്ട, പോട്ടെ. ദുരന്തർ അഥവാ ഇറങ്ങിയില്ലായിരുന്നെങ്കിലും ഇതേപോലുള്ള ഉളപ്പടങ്ങളൊക്കെ ആരെങ്കിലും കാണുമോ? എൻ്റെ പൊന്നു. ഇതിനകത്ത് വേറൊരു സീനുണ്ട്, ആര്യയുടെ ടീമും പിന്നെ ഗൗതം നമ്മുടെ ഡബിൾ ഏജന്റ് ആണ്. അപ്പൊ ഗൗതമായിട്ട് ചെറിയൊരു ഗണ്ണിന്റെ ഫൈറ്റ് ഉണ്ട്. ബുള്ളറ്റ് അല്ല പറക്കുന്നത്, ലൈറ്റ് ഇല്ല, മറ്റില്ല കാർട്ടൂണിലൊക്കെ കാണുന്നില്ല ലൈറ്റ്. അയ്യോ, EFX ഒക്കെ വളരെ മോശം. പിന്നെ റഷ്യ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത് എൻ്റെ പൊന്നു റഷ്യ ഒന്നും അല്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ കാറിന്റെ ഡീറ്റെയിലിംഗ് ശരിയാക്കണ്ടേ. കാറിൽ റഷ്യയുടെ ഫ്ലാഗ് ഒക്കെ കൊടുക്കുക. എങ്ങനെയാണെങ്കിലും ഒരു 19 കോടി രൂപ ഇതിനകത്ത് ചിലവായി കാണത്തില്ലേ. എൻ്റെ ദൈവമേ, ഒരു കാശിനും കണത്തിലും കൊള്ളത്തായിപ്പോയെന്ന് ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. പിന്നെ മോദിയെ കാണിച്ചിട്ടുണ്ട്. G20 നടക്കുവാണ് ഇന്ത്യയിൽ, ചെന്നൈയിൽ. അപ്പം മോദിയെ കാണിച്ചേക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോദി കൊള്ളാം കേട്ടോ, കാണാനൊക്കെ കൊള്ളാം. ബട്ട് എന്തുവാണ്, അയ്യോ. പിന്നെ അതുപോലെ ജയപ്രകാശ് ഉണ്ട് ഇതിനകത്ത്. ജയപ്രകാശും വിറ്റ. ഇറ്റ് ഈസ് എ ഡിസാസ്റ്റർ. ദ ഹോൾ മൂവി ഈസ് എ ഡിസാസ്റ്റർ. ഈ പടത്തെ ഞാൻ 5-1 -1 കൊടുക്കുന്നു. ഇതേപോലെ റിവ്യൂസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ. മുംബൈ കാ മല്ലു ഫ്രം കൊച്ചി.